ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ മത്തി പെരട്ട അല്ലെങ്കിൽ മത്തി വറ്റിച്ചത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി 350 ഗ്രാം, ചെറിയ ഉള്ളി 15 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി, ഇഞ്ചി ചെറിയൊരു കഷ്ണം, കരിവേപ്പില കുറച്ച്, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, വാളംപുളി ചെറിയൊരു നെല്ലിക്ക വലിപ്പം, തേങ്ങാപ്പാൽ 2/2 പാൽ 3/4 കപ്പ്. ഞാനിവിടെ മത്തിയെല്ലാം കഴുകിയെടുത്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മത്തി ഒന്ന് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മത്തി വറുക്കാൻ വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മൾ മത്തി പുരട്ടിയപ്പോൾ മസാലയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതി വറുത്തെടുക്കാൻ. നമുക്ക് മത്തി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മത്തി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മത്തിയുടെ ഓരോ സൈഡായിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിടാം. ഇപ്പം നമ്മുടെ മത്തിയെല്ലാം ഫ്രൈ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ചട്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കടുകും ഉലുവയും ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഒത്തിരി വലിയ ചെറിയ ഉള്ളിയാണെങ്കിൽ 10 എണ്ണം മതിയാവും. ചെറിയ സൈസാണെങ്കിൽ നമ്മളൊരു 15 എണ്ണം എടുക്കണം. എന്നിട്ട് രണ്ടായിട്ടൊന്ന് കീറി ഇട്ടാൽ മതി. ഇനിയും ഇത് നന്നായിട്ട് വാടി വരണം. നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്ന വാളംപുളി പിഴിഞ്ഞൊഴിച്ചതാണ്. നിങ്ങൾക്ക് വാളംപുളിക്ക് പകരം കുടംപുളി വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ നീരിറങ്ങി ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയാണ് ഒഴിച്ചേക്കുന്നത്. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒത്തിരി കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ. അതായത് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചേക്കുന്ന ആ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മീൻ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ ചൂടാവും. ഇപ്പോൾ ഉപ്പൊക്കെ മതിയോ ഇല്ലയെന്ന് നോക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മത്തി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെക്കാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴേക്കും മത്തി അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളൊന്ന് വറുത്തിട്ട് വെക്കുന്നത്. ഈ മത്തിയും തേങ്ങാപ്പാലും എല്ലാം നന്നായിട്ട് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴേക്കുമാണ് ഈ മത്തിയിലേക്ക് എല്ലാം പിടിച്ചു വരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന മത്തി വറ്റിച്ചതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇന്ന് കറി വെച്ച് കഴിഞ്ഞിട്ട് നാളെ എടുക്കുമ്പോൾ ഇതിനെക്കാട്ടും ടേസ്റ്റ് കൂടിയിരിക്കും. കുറച്ച് കരിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഞാനിപ്പം മൂടിയും തുറന്നിട്ടുണ്ട്. ഉണ്ടോ, എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. എന്നാലൊന്നും കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം തീയിൽ വെക്കണം കേട്ടോ. അടിയെല്ലാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. മീൻ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മത്തി പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്